ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗാർഡനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇന്ന് എൻ്റെ ഗാർഡനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റുള്ള ജോലികളെല്ലാം മാറ്റി വെച്ച് ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഗാർഡനെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ 2-3 ദിവസമൊക്കെ പിടിച്ചിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറേ സമയം ഗാർഡനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കുഞ്ഞു ബേബിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഗാർഡനെ ഒന്ന് നേരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കാട് പിടിച്ച പോലെ എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ ഉള്ളത്. കണ്ടോ, ആകെ കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ വാടിപ്പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ പൂവാത്ത ചെടികൾ ഇതുപോലെ കാട് പോലെ വളർന്നു വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം. ഇതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് നിറയെ ചപ്പുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ ചെടിയൊക്കെ ആകെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ടൊന്നുമല്ല കേട്ടോ, വെള്ളം ഒഴിച്ച് കൊടുത്താലും ഇതുപോലെ വാടിപ്പോകുന്ന ചെടികളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പോട്ടുകളെല്ലാം തന്നെ ഇവിടുന്ന് മാറ്റി വെച്ചതിന് ശേഷം അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണം. അതിന് ശേഷം വേണം കേട്ടോ നമുക്ക് പോട്ടുകൾ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതൊന്നും ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കാരണം തന്നെ നമുക്ക് അത് എല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടോ ഇപ്പം തന്നെ കുഞ്ഞാവ എൻ്റെ പിന്നാലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മണ്ണും വെള്ളമായിട്ടുള്ള എന്ത് പരിപാടിയാണെങ്കിലും കുഞ്ഞാവ കളിക്കാനൊന്നും നിൽക്കാതെ എൻ്റെ കൂടെ തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ്. പോണ്ടിൽ നിറയെ വാട്ടർ പെന്നിവേട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പോണ്ട് കാണുന്നേ ഇല്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, മീനുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. നിറയെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. ആ വാട്ടർ പെന്നിവേട്ട് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിറയെ ഗപ്പികൾ തന്നെയാണ് കേട്ടോ അതിലുള്ളത്. ഇവിടെ കണ്ടോ ആകെ തിക്കായി വളർന്നു വന്നൊക്കെയാണ് എല്ലാ ചെടികളും, പോണ്ടിൻ്റെ 4 പുറം വെച്ചിട്ടുള്ള എല്ലാ ചെടികളും. അവിടേക്ക് നല്ല വെയിലുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ കാണുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഈവനിങ് ടൈമിൽ അതിലുള്ള ചെടികളെല്ലാം പറിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ വാടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ പറിച്ച് മാറ്റി നമുക്കൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ അങ്ങനെ തന്നെ ആ പോട്ടുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പോൾ കുറേശ്ശെ ചെയ്യാൻ തന്നെയാണ് പറ്റുള്ളൂ. ഗാർഡനിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മുഴുവനും പണി തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മണി പ്ലാന്റ് ഇങ്ങനെ വീടിൻ്റെ സൈഡിലൂടെ പടർത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിറയെ തിക്കായി വന്നേക്കുകയായിരുന്നു. അപ്പോൾ അതൊരുപാട് നമ്മൾ വെട്ടി മാറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ ഒന്ന് നിർത്തിയേക്കുകയാണ് കേട്ടോ. അതൊരു കാട് പോലെ തന്നെ മണി പ്ലാന്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ട് എന്തായാലും ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള ചെടികളും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ പോട്ടുകളിൽ ചെടികൾ വെച്ച് കൊടുത്തേക്കാണ്. ഓർക്കിഡും അതുപോലുള്ള ചെടികളൊക്കെയാണ്, സിങ്കോണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അതാ പാമൊക്കെ ഉണ്ട്, നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടുകളൊക്കെ ആദ്യം എടുത്ത് മാറ്റി ഈ ഒരു സ്ഥലം തന്നെ നമുക്ക് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോരോ പോട്ടുകൾ റെഡിയാക്കിയിട്ട് വേണം ഇവിടേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് ഉണ്ട്, എൻ്റെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടുകളിലൊക്കെ നിറയെ പുല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പുല്ല് പറിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും പുല്ല് വരുന്നതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വളപ്പൊടി മണ്ണും ഒക്കെപ്പാടെ മിക്സ് ചെയ്തിട്ട് ആണ് ഒരു ചെടി നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ പുല്ലുകൾ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ എൻ്റെ ഗാർഡന് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ നിറയെ പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം പോട്ടുകൾ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ എല്ലാ ചെടികളും ഞാൻ താഴത്തേക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളേനെ അങ്ങ് മാറ്റി നിർത്തിയേക്കുകയാണ്. ഇവിടെ വല്ല ഇത്രയും ദിവസം ചെടികൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാത്തതുകൊണ്ട് തന്നെ വല്ല പഴുതാര എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവളോട് ഇങ്ങോട്ട് വരണ്ട പറഞ്ഞിട്ട് അവൾ അവിടെ മറ്റുള്ള ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നട്ടുച്ച സമയത്ത് ഞാനൊരു ഉച്ച സമയം മുതൽ തന്നെ ഞാനത് ചെയ്തു തുടങ്ങുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് കുഞ്ഞു ബേബി ഉണ്ട്. അപ്പോൾ ആളുറങ്ങുന്ന ടൈമൊക്കെ നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ നിറയെ മണ്ണുണ്ട്. നമ്മൾ ഈ ചെടികൾ ഇവിടെ വെച്ച് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മണ്ണുകൾ താഴത്തേക്ക് തെറിച്ച് വരുന്നതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ അടിച്ചു വാരി ഇവിടുന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം കേട്ടോ നമ്മുടെ ചെടികൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പുല്ലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടോ.
ഒരു ഗാർഡനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് ഒരുപാട് ചെടികളോട് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതിനാവശ്യമുള്ള സമയത്ത് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം. അവർക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ അവരെ ഇനി നമ്മൾ നോക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഗാർഡൻ എപ്പോഴും നല്ല അടിപൊളിയായിരിക്കുള്ളൂ, ഫ്രഷ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെയൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പോട്ടുകളായിട്ട് നമുക്ക് ഇവിടേക്ക് കയറ്റി വെച്ച് വൃത്തിയാക്കി വയ്ക്കാം അല്ലേ. അപ്പോൾ കണ്ടോ, ഓരോ പോട്ടിൻ്റെയും താഴെ നിറയെ പുല്ലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ കമ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ മുറിച്ച് മാറ്റി കളയുകയാണ് കേട്ടോ. പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഉണങ്ങി നിൽക്കുന്ന ആ ഒരു കമ്പൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ തന്നെ കലാത്തിയ പറഞ്ഞ പ്ലാന്റും കൂടെ തന്നെ വന്നേക്കുകയാണ്. അപ്പോൾ അതിനെന്തായാലും പറിച്ച് നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാനങ്ങ് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനങ്ങ് വലിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. അപ്പോൾ അതിനെ നമുക്കിനി വേറൊരു പോട്ടിൽ മാറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു ഓർക്കിഡിനെ നേരെ താഴെയിട്ട് കുറച്ച് ടർട്ടിൽ വെയിൻ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പറിച്ചെടുക്കുന്നില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹാങ്ങിങ് പോട്ട്സ് അവിടെ വേറെ വെച്ചിട്ടുണ്ട്. അത് ഇന്നെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടെ ഒറ്റ ദിവസം എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പോട്ടിൽ നിൽക്കുന്ന ആ ടർട്ടിൽ വെയിനെ എടുത്ത് മാറ്റിയിട്ടില്ല. ഇനി അത് മാറ്റുമ്പോൾ ആ പോട്ടിലുള്ള മണ്ണും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പോട്ടിൽ 2 ചെടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു ദിവസം വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് റാറ്റിൽ ബോർഡ് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്, ബട്ടർഫ്ലൈനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിത്ത് വീണിട്ട് തന്നെ മുളച്ച് വന്നേക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അതിൽ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈ ഇവിടെ പറന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ ആ പ്ലാന്റിനെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല, അതെങ്ങാനും വാടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ഇതൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ നിറയെ ഈ ചെടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ വേറെ പോട്ടിലേക്ക് ഇനി മാറ്റി വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഇതിലുള്ള അവർ ഉണങ്ങി നിൽക്കുന്ന ലീഫുകളെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് തിക്കായി വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ചെടികൾ നമ്മൾ 2 നേരം വെച്ചിട്ട് നനച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഇവർക്കൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് 2 നേരവും നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കോളിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയപ്പോൾ അതിനൊരു വാട്ടം വന്നു. അപ്പോൾ ഞാനൊരു കമ്പ് അതിനൊന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഉഷാറായിക്കോളും. പിന്നെ ഇത് അതെ നമ്മുടെ കോളിയസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്പ് അതിൽ വീണ്ടും ഒന്ന് കുത്തി കൊടുത്തേക്കാണ്. വേറെ ഒന്നുമല്ല, അതൊന്ന് തിക്കായി വളർന്നു വരട്ടെ, ഇതുപോലെയൊക്കെ ഒന്ന് തിക്കായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അത് ചൈനീസ് ബാൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോട്ടിലും കൂടിയുള്ള ചെടിയാണ് കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. അതൊരു വൃത്തിയില്ലാതെയാണ് നിൽക്കുന്നത്. നമ്മളൊരു ചെടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗി തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വിചാരിച്ചു അതെല്ലാം കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് കമ്പാക്കി എടുത്തിട്ട് വീണ്ടും ആ പോട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഉള്ളത് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൾസത്തിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗം എനിക്ക് കളയാനേ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ട് അത്രയും നന്നല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് ഞാൻ കളയുന്നുള്ളൂ. കാരണം ഒരു ചെടിയുടെ ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ പോലും എനിക്ക് വെറുതെ കളയുന്നത് ഇഷ്ടമല്ല. എനിക്ക് ചെടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വെറുതെ അങ്ങ് കളയാനായിട്ട് എനിക്ക് എന്തായാലും എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ മതിലിരിക്കുന്ന ഒരു പോട്ട് എടുത്തിട്ട് വന്നു, ഇത് ഒന്ന് പറിച്ചിട്ട് മാറ്റി നട്ടു കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു പോട്ടിലുള്ള മണ്ണ് ആകെ അങ്ങ് കട്ടയിരിക്കുകയാണ് കേട്ടോ. അതിൽ ചെടിയൊക്കെ നശിച്ചു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തട്ടാത്തത് കൊണ്ട് നന്നായിട്ട് ആ പോട്ടിലുള്ള മണ്ണ് അങ്ങ് അതിൽ ഉറച്ചു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തി എടുത്തിട്ട് ആ മണ്ണ് മാറ്റി കളയാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ പോട്ടിലുള്ള മണ്ണ് നമുക്ക് നന്നായി ഇളക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് കളഞ്ഞതിന് ശേഷം നല്ല മണ്ണ് നിറച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്ക് അടുത്ത ഈ ഒരു ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പോട്ടിൽ മണ്ണും വളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തൈയിലേക്ക് നട്ടു വെച്ചു കേട്ടോ. അപ്പോൾ ഞാനവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വേറൊരു തൈയും കൂടി ഉണ്ട്, അത് വേറൊരു പോട്ടിലും കൂടി നട്ടു കൊടുക്കണം എന്നൊക്കെ
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അത് കരിഞ്ഞ് നിൽക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു തേയും കൂടെ പടർത്തി കയറ്റിയിട്ടുണ്ട്. അത് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പീസ് ലില്ലി പ്ലാന്റ് ആണ്, എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലവർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം ഞാനിപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ചിങ്ങനെ കാട് പോലെ നിൽക്കുന്നത്, അപ്പോൾ അത് തെച്ചിയുടെ ഒരു പ്ലാന്റ് അവിടെ വലുത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടുള്ള ആ ഒരു പ്ലാന്റ് 3 പോട്ടിലേക്കായിട്ട് ഞാൻ മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പോട്ട് കയ്യിലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചേക്കുന്നത്. നമ്മുടെ പാമ്പിനെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കറ്റാർവാഴ, ഇത് കറ്റാർവാഴയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കറ്റാർവാഴയല്ല. അപ്പോൾ ഇത് ഒരു കുഞ്ഞി ബേബി ആയിട്ടുള്ള കറ്റാർവാഴയുണ്ട്. അധികം അങ്ങ് വലുതായി വരില്ല, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഈ ഒരു പ്ലാന്റൊക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കായിരുന്നു. അപ്പോൾ കുഞ്ഞാവ വീണ്ടും വീണ്ടും അതിലേക്ക് ഇങ്ങനെ മണ്ണ്, ഓരോ പോട്ടിൽ മണ്ണ് നിറച്ച് കൊണ്ടുവന്നിട്ട് ഇതിലിങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിറയെ മണ്ണ് തിക്കായി വെച്ചേക്കാണ് കേട്ടോ ഓരോ പോട്ടിലും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേ പ്ലാന്റ്സ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ വേറെ പോട്ടിലേക്ക് നട്ടു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഫുൾ ക്ലീൻ ചെയ്ത് ഇതുപോലെ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാനായിട്ട് ഒരുപാട് ചെടികൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒറ്റ ദിവസം ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത്രയും അറേഞ്ച് ചെയ്ത് ഇത്രയും നമ്മുടെ ആ ഗാർഡൻ ഞാൻ ആദ്യം കാണിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നില്ലേ, അത്രയും ഞാൻ റീഅറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോണ്ട് നേരത്തെ കണ്ടതിലും വെച്ചിട്ട് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ പെന്നി പോയിട്ട് കുറച്ച് ഞാൻ പറിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ പോണ്ടിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളിതാ പയറുകൾ കുറേ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഗ്രോ ബാഗിലായിട്ടും ചാക്കിലൊക്കെ ആയിട്ട് അങ്ങനെ നട്ട് വെച്ചതായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോണ്ടിൻ്റെ 4 പുറം ഈ പ്ലാന്റ്സ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ഒരു സൈഡിലും കൂടെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്തുള്ളതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വർക്ക്. അവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾ ഇതുപോലെ നമ്മൾ അടിപൊളിയാക്കി റെഡിയാക്കി ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറേ നമുക്ക് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. പക്ഷേ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തതാണ് ഇപ്പം ഞാൻ റീഅറേഞ്ച് ചെയ്തത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലിയിൽ പൂവൊക്കെ വിരിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.